മിറൈജ് ഡയറക്റ്റഡ് ബൈ ജീത്തു ജോസഫ്, അപർണ ബാലമുരളി, ആസിഫ് അലി, അതുപോലെ തന്നെ ദീപക് പറമ്പോൾ, സമ്പത്ത് എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഒരു മൂവിയിലുണ്ട്. ഹന്ന റജി കോശി. സോ ഹന്ന റജി കോശിയുടെയും അപർണ ബാലമുരളിയുടെയും ക്യാരക്ടേഴ്സിനെ കേന്ദ്രീകരിച്ചാണ് മിക്കവാറും കഥ പോകുന്നത്. ആസിഫ് അലിയേക്കാളും കൂടുതൽ ഒരു അത്ര നല്ല സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് ആവാത്തതിൻ്റെ മെയിൻ റീസൺ ഇതിലെ ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഫോർ ഇൻസ്റ്റൻസ് ഇതിലെ വില്ലൻ ക്യാരക്ടേഴ്സ് തന്നെ എടുക്കുകയാണെങ്കിൽ സോ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ആ ഒരു രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ്. അങ്ങനെയുള്ളൊരു കഥാപാത്രം സ്ക്രീനിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് അവരോടൊക്കെ ഒരു ദേഷ്യം വരുമോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് വില്ലൻസിന് കൂടുതലും വരുന്നത്. പക്ഷേ ഇവിടെ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള വില്ലന്മാരാണെന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങൾ വരുമ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് പാവമാണ് തോന്നുന്നത്, ദേഷ്യം തോന്നാൻ നമുക്ക് പാവം തോന്നും അവരെ കാണുമ്പം. സോ ഇത്രയും കഷ്ടപ്പെടുന്ന വില്ലന്മാർ. സോ ആ ഒരു രീതിയിലാണ് സിനിമ പോകുന്നത്. അതുതന്നെയാണ് സിനിമയുടെ പ്രധാന പ്രശ്നം. ഫസ്റ്റ് ഹാഫിൽ തന്നെ 2-3 ട്വിസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ നമുക്ക് ആ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നും, അങ്ങനെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ട്വിസ്റ്റായിട്ട് തോന്നും. സോ അങ്ങനെ ട്വിസ്റ്റിന് വേണ്ടി ഒരു സിനിമ എടുത്ത് ഒരു ഫസ്റ്റ് ഹാഫിൽ 2-3 ട്വിസ്റ്റ്, സെക്കൻഡ് ഹാഫിൽ 1-2 ട്വിസ്റ്റ്, സോ അങ്ങനെ പോകുന്ന ഒരു നറേഷനാണ്. ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ കണക്ഷനോ ഇമോഷണൽ കണക്ഷനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യാത്തതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം. സിനിമയുടെ ക്യാരക്ടർ അത്യാവശ്യം നല്ല രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അത് ഈ ഒരു സിനിമയുടെ പോസിറ്റീവാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി വലിയ സീക്വൻസ് ഈ ഒരു സിനിമയെ കാണിക്കുന്നുണ്ട്, ഈ ഒരു പാലത്തിൻ്റെ അടിയിലുള്ള സംഭവങ്ങൾ. സോ ആ ഒരു തോണിയൊക്കെ ആയിട്ട് സോ അതിൻ്റെ സിനിമാറ്റോഗ്രഫി എടുത്തു പറയേണ്ട ഒന്നാണ്. സോ അത് ഈ ഒരു സിനിമയുടെ വലിയൊരു പോസിറ്റീവായിരുന്നു. പെർഫോമൻസ് വൈസ് കുറേയൊക്കെ ഓക്കെ ആണെങ്കിൽ പോലും ഈ ഒരു സിനിമയുടെ റൈറ്റിംഗ് പാർട്ട്, ആ ഒരു റൈറ്റിംഗ് പാർട്ടിൽ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ സംഭവങ്ങൾ, അതായത് കുറേ വില്ലൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ഒരു വില്ലൻ ക്യാരക്ടേഴ്സ് മെയിൻലി സമ്പത്തിൻ്റെ ക്യാരക്ടറാണെങ്കിലും ഒരു പുള്ളി എപ്പോഴും തോക്കെടുത്ത് കൊല്ലാൻ വരുന്ന ഒരു ക്യാരക്ടറുണ്ട്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെങ്കിലും ബാക്കിയുള്ള പല പല വില്ലൻ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് പാവം തോന്നും, അല്ലെങ്കിൽ നമുക്ക് യാതൊരു കണക്ഷനും തോന്നില്ല. സോ അവരെ ആ ഒരു വില്ലന്മാരാണ്, പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമൊന്നും ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നമാണ്. അതിൻ്റെ കൂടെ തന്നെ ചതപതാന്ന് ട്വിസ്റ്റ് കുറേ വരുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും നമ്മളെ ഹൂക്ക് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ നമുക്കിത് കണ്ടിട്ട് ആ ഒരു ഷോക്കിംഗ് റെവലേഷൻ വരുന്ന രീതിയിലോ അല്ല. അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലൊരു എക്സിക്യൂഷനിലാണ് അത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലത്തെ ക്യാരക്ടേഴ്സിലാണ് അത് വന്നിരിക്കുന്നതുകൊണ്ടാണ് അത് കാര്യമായിട്ട് ഇമ്പാക്റ്റ് തോന്നാത്തത്. മേ ബി ഒരു 1 ടൈം വാച്ചബിളായിട്ട് വേണമെങ്കിൽ കണ്ടു നോക്കാം.